Friends, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നാരങ്ങ അച്ചാറുമായിട്ടാണ്. ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ ഓൾറെഡി ഇവിടെ വേവിച്ചെടുത്ത നാരങ്ങയാണ്. 17 എണ്ണം നാരങ്ങയുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണ്ടുന്ന വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എല്ലാ നാരങ്ങേനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലാ രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഏകദേശം ഒരു 14 എണ്ണം പച്ചമുളകാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്തിലൊരു പാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിന്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത വെളുത്തുള്ളിയാണ്. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം മാറ്റി വെച്ച ആ നാരങ്ങയിലേക്ക് ഇതിനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ലേശം വിനേഗറും കൂടി ഒഴിച്ച് കൊടുക്കാം. അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ലേശം കയ്പുണ്ടാവും. അത് 2-3 ദിവസം ആകുമ്പോൾ അതിൻ്റെ കയ്പയൊക്കെ മാറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.